നമസ്കാരം, വെൽക്കം ടു ലേഡീസ് കിച്ചൺ. ഞാൻ റിയാന. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സിസ്ലറാണ്. സിസ്ലർ ഒരു ഹോൾ മീൽ ഡിഷാണ്. സിസ്ലറിൻ്റെ കൂടെ സിസ്ലറിൻ്റെ കൂടെ റൈസും ഫ്രഞ്ച് ഫ്രൈസും ടോസ്ഡ് വെജിറ്റബിൾസും സൈഡ് ഡിഷായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തേക്കുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ചില്ലി ഫ്ലേക്സ്, പെപ്പർ, സോൾട്ട്, ഒറിഗാനോ, പിന്നെ മിക്സഡ് ഹെർബ്സ്, തൈം, ബേസിൽ എല്ലാം എടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് സോസ് മിക്സ് ചെയ്യണം. സോസിൽ മസ്റ്റാർഡ് സോസ്, പിന്നെ സോയ സോസ്, ബാർബിക്യൂ സോസ്, അങ്ങനെ 3 ടൈപ്പ് സോസാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് ടോസ് ചെയ്തെടുക്കണം. പാനിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കുക. വെജിറ്റബിൾസ് ഒന്ന് ബ്ലാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബ്ലാൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ബോയിൽഡ് വാട്ടറിൽ ജസ്റ്റ് ഒന്ന് മുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പെപ്പർ, ചില്ലി ഫ്ലേക്സ്, പിന്നെ ഹെർബ്സ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഒത്തിരി കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ റോ ടേസ്റ്റ് മാറി വന്നാൽ മതി. ഇതേ പാനിൽ തന്നെ നമുക്ക് റൈസും കൂടെ കുക്ക് ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഒലിവ് ഓയിൽ ഒഴിക്കാം. 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇതിലേക്ക് മിക്സഡ് ഹെർബ്സ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന റൈസ് ഉണ്ട്, അത് ആഡ് ചെയ്യാം. റൈസിൽ സോൾട്ട് ഉണ്ട്, അപ്പം നോക്കിയിട്ട് സോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ചിക്കൻ മാരിനേറ്റഡ് ആയിട്ടുണ്ട്. 30 മിനിറ്റ്സ് കഴിഞ്ഞു. നന്നായിട്ട് നമ്മളുടെ മാരിനേഡ് പിടിച്ചിട്ടുണ്ട് ചിക്കനിൽ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്നുകിൽ ഒരു പാനിലിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് ടോസ് ചെയ്തെടുക്കുക. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. ഇച്ചിരി ബട്ടർ കൂടി ഇടുക. ബട്ടർ മെൽറ്റായിട്ട് വരുന്നുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇത് കുക്കായി കിട്ടണ്ട, അപ്പുറം ഇപ്പുറം ഒന്ന് ഗ്രില്ല് പോലെ നന്നായിട്ടൊന്ന് ബ്രൗൺ ആയി കിട്ടിയാൽ മതി. 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. കവർ ചെയ്ത് ഓവനിൽ വെച്ച് 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജ്യൂസ് നമുക്ക് ഈ അലുമിനിയം ഫോയിലിൽ കിട്ടും. അത് നമുക്ക് സോസിന് ആവശ്യമുണ്ട്. 10 മിനിറ്റ് ആവണം കുക്കാവാനായിട്ട്. അപ്പോൾ നമുക്കൊരു സോസ് ഉണ്ടാക്കാം, ഒരു ബ്രൗൺ സോസ്. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായി ഒന്ന് ബ്രൗൺ കളർ ആവണം. ഒരു 1 ടേബിൾ സ്പൂൺ മൈദ, ഇതിലേക്ക് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കാം. നമ്മുടെ സോസ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഓവനിൽ വെച്ചിരിക്കുന്ന ചിക്കൻ ആയിട്ടുണ്ട്, അതെടുക്കാം. ചിക്കൻ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹോട്ട് പ്ലേറ്റ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ക്യാബേജ് വെക്കാം. കട്ട് ചെയ്ത ചിക്കൻ നമ്മൾ ഹോട്ട് പ്ലേറ്റിലേക്ക് മാറ്റുക. ടോസ് ചെയ്ത വെജിറ്റബിൾസ്, ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് ബട്ടർ മിക്സ് ചെയ്യുക. ഇതൊന്ന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ സിസ്ലിംഗ് സൗണ്ട് നമുക്ക് കേൾക്കാം.
നമ്മുടെ ചിക്കൻ സിസ്ലർ ആയി കഴിഞ്ഞു. ഇതൊരു ഹോൾ മീൽ ഡിഷാണ്. റൈസ്, ചിക്കൻ, ടോസ്റ്റ് വെജിറ്റബിൾസ്, ഫ്രഞ്ച് ഫ്രൈസ് എല്ലാമായിട്ട് ഒരു നേരത്തെ മീലായിട്ട് നമുക്ക് ചിക്കൻ സിസ്ലർ എടുക്കാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.